സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ, ശ്രീ മഹാവിഷ്ണു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ മുഖത്ത് നിന്ന് ഈ വരുന്ന വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും എനിക്കിത് പറയുവാനും ഭാഗ്യമുണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഭഗവാൻ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് അയോധ്യാകാന്ഡം തുടങ്ങാം. അയോധ്യാകാന്ഡത്തിൽ ആമുഖമായി പറയുന്നത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രീതിയിലാണല്ലോ ഇത് രചിച്ചിരിക്കുന്നത്. ആ കിളിയെ വിളിക്കുകയാണ്. താർമകൾ കൻപുള്ള തത്തേ, താർമകൾ ശ്രീ മഹാലക്ഷ്മി ദേവിയാണ്. ആ അൻപ് സ്നേഹമാണ്. സ്നേഹം നിറഞ്ഞ തത്തേ, ശുഗത്തിനെ വിളിക്കുകയാണ്. വരികടോ, താമസശീലം അകറ്റേണമാശു നീ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. താമസശീലം എന്ന് പറഞ്ഞാൽ ആലസ്യം, മടി, താമസ ഗുണപ്രധാനമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദാമോദരൻ്റെ ആ ചരിതാമൃതം, കഥയാകുന്ന അമൃതരസം നമ്മിലേക്ക് എത്തിക്കാനായിട്ട് ആമോദം ഉൾക്കൊണ്ട് ചൊല്ലൂ സരസമായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. സരസമായി നമുക്കെല്ലാം രസകരമായ രീതിയിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് തത്തയെ വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും. പങ്കമെല്ലാം എന്ന് പറഞ്ഞാൽ പങ്കം ചെളിയാണ്. പങ്കജം എന്ന് പറയുന്നത് താമരയാണല്ലോ. ചെളിയിൽ വളരുന്നത് കൊണ്ടാണ് താമരയ്ക്ക് പങ്കജം എന്ന് പേര് വന്നത്. ഇവിടെ പങ്കമെല്ലാം അകലും, നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ, കാമക്രോധ ലോഭ മോഹാദി മാലിന്യങ്ങളെല്ലാം അകലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് തുടരുകയാണ്. ആ പങ്കജനേത്രൻ തൻ കഥകൾ കേട്ടിയിടിനാൽ, ആ കഥകൾ കേട്ട് രസകരമായി ഞാൻ പറയുന്ന ആ പങ്കജനേത്രനായ ശ്രീ രാഘവൻ്റെ കഥ, ശ്രീ രാമചന്ദ്രൻ്റെ കഥകൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം അകന്നു പോകും എന്ന് പറഞ്ഞു. ഭാർഗവിയാകിയ ജാനകി, ആ ജാനകി ദേവിയുടെ ഭാഗ്യ ജലനിധിയായ രാഘവൻ, ആ ഭാർഗവൻ തന്നെ ഭാർഗവരാമൻ്റെ ദർപ്പം അഹങ്കാരം ശമിപ്പിച്ച് മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പുക്കു, അതായത് വഴി നടന്ന് ആ മാർഗങ്ങൾ ലക്ഷ്യങ്ങളെല്ലാം പിന്നിട്ട് അയോധ്യാപുരിയിലെത്തി താതനോടും തൻ്റെ മാതൃജനത്തോടും അതുപോലെ തന്നെ ആ ഗുരുവരൻ വസിഷ്ഠ ഗുരു ധാതൃസുതൻ, അതായത് ഭൂമിപുത്രൻ എന്ന് പറയുന്നത് ഇവിടെ ധാതൃസുതൻ വിരിഞ്ച പുത്രനാണ്. ബ്രഹ്മസുതനായ വസിഷ്ഠനോടും സഹോദരന്മാരോടും പടയോടും ഒന്നിച്ച് ആ ഭൂമിപുത്രിയായ ഭാമിനിയോടും വന്നെതിരേറ്റ് പൗരജനങ്ങളോടുകൂടി ആ മഹാരാജധാനിയിലേക്ക് പ്രവേശിച്ചിട്ട് ആ ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ കാരണം ഈ ജഗത്തിനെല്ലാം സൗഖ്യം കൈവന്നിരിക്കുന്നു, അതായത് രാക്ഷസ നിഗ്രഹത്താൽ സൗഖ്യം കൈവന്നിരിക്കുന്നു. അങ്ങനെ ഉള്ള അവിടുത്തെ ഗുണഗണങ്ങൾ കണ്ട് പരമേശ്വരൻ, ജഗദീശ്വരൻ, അതുപോലെ തന്നെ കദ്രുസുതഗണഭൂഷിതഭൂഷിതൻ ജിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി. അദ്രിസുത പാർവതീദേവിയാണ്. വിദ്രുമതുല്യാധരി എന്ന് പറഞ്ഞാൽ വിദ്രുമം പവിഴമാണ്. പവിഴത്തിനോട് തുല്യമായ അധരത്തോടു കൂടിയവൾ. ഇവിടെ ചുണ്ടുകളുടെ ചുവപ്പ് നിറത്തെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. വിദ്രുമം പോലെ പവിഴത്തിൻ്റെ ആ കളറിൽ ചുവന്ന ചുണ്ടുകളോട് കൂടിയ പവിഴാധരം എന്ന് നമ്മൾ പറയുന്നത് ആ ചുണ്ടിന് ചുവപ്പ് കൂടുമ്പോഴാണ് അല്ലേ. അങ്ങനെ ഇവിടെ ആ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ട്, ദ്വിതീയാക്ഷര പ്രാസം ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന യുദ്രൻ, കദ്രു, ചിദ്രൂപൻ, ഭദ്രപ്രദൻ, രുദ്രാണി, ഭദ്രകഥ, വിദ്രുമം എല്ലാം രണ്ടാമത്തെ അക്ഷരം നോക്കുക, ദ്രായാണ്. അതാണ് ദ്വിതീയാക്ഷരപ്രാസം. ഇതൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ദ്വിതീയാക്ഷരപ്രാസം ഒന്നും നോക്കണ്ട, ഭഗവാന്റെ കഥ മാത്രം നോക്കിപ്പോകാം. ഇവിടെ ആ ഭഗവാൻ മഹാദേവൻ രുദ്രാണി, അതായത് ഭഗവതിയോട്, ശ്രീ മഹാദേവിയായ പാർവതിയോട് പറയുകയാണ് കഥകൾ തുടർന്നും. നാരായണൻ, നളിനായതലോചനൻ, നാരീ ജനമനോമോഹനൻ മാധവൻ, നാരദസേവ്യൻ, നളിനാസനപ്രിയൻ, നാരകാരാധി എന്ന് പറഞ്ഞാൽ നരകാസുരൻ്റെ അരി, നരകാസുരൻ്റെ ശത്രു, നളിനശരഗുരു, നളിനശരൻ കാമദേവൻ്റെ ആ ഗുരുവാണ് പറഞ്ഞിരിക്കുന്നത്, നളിനശരഗുരു. ഇങ്ങനെ ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് അനേകം വാക്കുകളാൽ. ഇങ്ങനെ മനോഹരമായി സന്ദേഹമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് ഭഗവാന്റെ ഗുണഗണങ്ങൾ. അപ്പോൾ
ആ ഭഗവാൻ രാജധാനിയിൽ അങ്ങനെ നാരായണൻ ഭഗവാൻ രാജധാനിയിൽ അങ്ങനെ വിരാജിച്ചിരിക്കുന്ന കാലത്ത് നാളീക ബാന്ധവ വംശസമുദ്ഭവൻ എന്ന് പറഞ്ഞാൽ സൂര്യവംശജാതനായ ആ ശ്രീരാമദേവൻ ശ്രേഷ്ഠനായ പുരുഷോത്തമനായ കാരുണ്യമാരുതിയായ കാമഫലപ്രദനായ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് എന്തും പ്രദാനം ചെയ്യുന്നവനായ നൽകുന്നവനായ ആ ഉത്തമ ഭക്തപരായണനായിട്ട് ഭക്തജനങ്ങൾക്ക് മുക്തിയെയും ഭുക്തിയെയും പ്രദാനം ചെയ്യുക. ഭുക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായുള്ളവയെല്ലാം പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ രാക്ഷസ വംശവിനാശത്തിന് കാരണഭൂതനായവനാണ്. ഒന്നിലും ആസക്തിയില്ലാത്തവനാണ്. ഇഹലോക സൗഖ്യങ്ങളിൽ ആ ആസക്തിയില്ലാത്തവരുടെ ഹൃദയങ്ങളിൽ, അതായത് യോഗിമാരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവൻ, ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവൻ. ഇവിടെ അങ്ങനെ ഭഗവാന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറയുന്നതാണ്. ഭക്തന്മാർക്ക് വ്യക്തനും അല്ല, ഭക്തിഹീനന്മാർക്ക് അവ്യക്തനുമായവൻ. ഭക്തിഹീനന്മാർക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല. അനന്തനായ അനാമയനായ ശക്തിയോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ ശക്തിദേവി, ശക്തിയായ മഹാദേവിയോടുകൂടിയവൻ. ശരണാഗത വത്സലനായ നക്തഞ്ചരേശ്വരൻ, അതായത് രാക്ഷസ രാജാവായ രാവണന് പോലും മുക്തി കൊടുത്തവനായ മഹാദേവൻ, ആ ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ. നക്തം ദിവം, രാത്രിയും പകലും. ദിവം പകൽ, നക്തം രാത്രിയും. ജീവിതാവധി എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവിതകാലം മുഴുവനും കേൾക്കലും എനിക്ക് മതിയാകില്ല ശ്രീ പരമേശ്വര നാഥ, എനിക്ക് മുക്തിയൊന്നും വേണ്ട, അവിടുത്തെ മുഖത്തു നിന്നും ഈ കഥകൾ കേട്ടിരുന്നാൽ മാത്രം മതി. ആ സ്നേഹമുള്ള ഭർത്താക്കന്മാരിങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ടിരിക്കുന്നത് ഒരു സുഖം തന്നെയാണല്ലേ. അപ്പോൾ ദേവി ശരിക്കും മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് വന്നിട്ടാണ് ശ്രീ പാർവതി ദേവി പറയുന്നത്, എനിക്ക് ഈ കഥകൾ കേട്ടിരുന്നാൽ മതി, അവിടുത്തെ മുഖത്ത് നിന്നും ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേട്ടാൽ നമുക്കും മോക്ഷം കിട്ടും. ഇവിടെ ശ്രീ പാർവതി ദേവി ഭഗവത് ചൈതന്യമുള്ള ആ ദേവിക്ക് മോക്ഷത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ അതാണ് ദേവിയും ആഗ്രഹിക്കുന്നത്, ഭഗവത് കഥ ശ്രവിക്കുക. ഭഗവത് കഥ ശ്രവിക്കുന്നതും സ്മരിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നതും എല്ലാം ഭക്തിയാണ്, എല്ലാം ഭഗവത് പ്രസാദം കൊണ്ടാണ്, ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് എല്ലാ ചരാചരങ്ങളിലും ഭഗവാൻ വസിക്കുന്നു എന്ന്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ മന്മഥനാശനൻ എന്ന് പറഞ്ഞാൽ കാമദേവനെ നശിപ്പിച്ചവനായ മഹേശ്വരൻ ദേവിയോട്, എന്നാൽ നീ കേട്ടാലും ഭവതി കേട്ടാലും ദേവിക്ക് കേൾക്കാനായി ഞാൻ തുടർന്ന് അരുളി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് തുടരുകയാണ്. ഇനിയാണ് ഭഗവാൻ പറയുന്നതായിട്ട് നാരദ രാഘവ സംവാദമാണ്. നാരദനും രാഘവനും തമ്മിൽ നടന്ന സംവാദം. ഒരു ദിവസം ഈ ദാശരഥിയായ പങ്കജൻ എന്ന് പറഞ്ഞാൽ താമര കണ്ണുകളോടുകൂടിയ, താമര ഇതളിൻ്റെ കണ്ണുകൾ പോലെ മനോഹരമായ ആ നയനങ്ങളോടുകൂടിയ ഭക്തപരായണനായ ആ മംഗളദേവതയായ സീതാദേവിയുടെ കാമുകനായ അങ്കജനാശനവന്ദിതൻ എന്ന് പറഞ്ഞാൽ അങ്കജൻ കാമദേവനെ നശിപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ മഹേശ്വരനാൽ പോലും വന്ദിക്കപ്പെടുന്നവനായ കേശവൻ എന്ന് പറഞ്ഞാൽ നല്ല കേശമുള്ളവൻ, അതായത് നല്ല മുടിയുള്ളവൻ എന്ന് അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് ത്രിമൂർത്തികളെ പോലും വശത്താക്കി വച്ചിരിക്കുന്നവൻ. കേശവൻ ഈശശ്ച അശ്ച, അതായത് കേശവൻ എന്നുള്ള വാക്കിൻ്റെ അന്വയം എങ്ങനെയാണ്? ഈ ത്രിമൂർത്തികൾ വിഷ്ണുവിനെയും രുദ്രനെയും അതുപോലെ തന്നെ ബ്രഹ്മനെയും ആ ത്രിമൂർത്തികളെ വശത്താക്കി വച്ചിരിക്കുന്ന, കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവൻ എന്നാണ്, നിയന്ത്രിക്കുന്നവൻ എന്നാണ്. അങ്കജലീല പൂണ്ട് കാമകേളികളോടെ രണ്ടുപേരും, നമുക്കറിയാം ഇപ്പോൾ രണ്ടുപേരും ജസ്റ്റ് മാരീഡ് ആയതേ ഉള്ളൂ അല്ലേ, രണ്ടുപേരും അവിടെ നിന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരും, അങ്കജൻ കാമദേവനാണ്, കാമലീലകളൊക്കെ ആടി അങ്ങനെ അവർ അന്തഃപുരത്തിൽ ഇരിക്കുന്നതായ സമയത്ത് ഭാർഗവിയായ ജാനകി ദേവിയോടുമൊത്ത് അന്തഃപുരത്തിൽ ഇങ്ങനെ ശ്രീരാമൻ സീതാദേവിയും അങ്ങനെ ശ്രീരാമദേവൻ ഒരുപാട് വർണ്ണനയുണ്ട് അവിടെ. നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ, നീലോൽപ്പലദള ലോല വിലോചനൻ, നീലോപലാഭൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ലിൻ്റെ ശോഭയോടുകൂടിയവൻ, നിരുപമൻ നിർമ്മലൻ, നീലകളപ്രിയൻ, നീലകണ്ഠൻ, മഹേശ്വരന് പ്രിയപ്പെട്ടവനാണ്, നിത്യൻ നിരാമയൻ, രത്നാഭരണങ്ങളാൽ അങ്ങനെ വിഭൂഷിതമായ ദേഹത്തോടെ എന്ന് പറഞ്ഞാൽ ദേഹത്ത് ആഭരണങ്ങളെല്ലാം ധരിച്ച് ഏതും ആകുലമില്ലാതെ, ആകുലം ദുഃഖം, രത്നാങ്കിതങ്ങളായ ആ പിടികൾ, വെൺചാമരം നമുക്കറിയാം, വെൺചാമരത്തിൻ്റെ ആ ദണ്ട് പിടികളിലെല്ലാം രത്നം പതിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ആ രത്നാങ്കിതങ്ങളായ പിടികളുള്ള
ദണ്ഡത്തോടുകൂടി, അതായത് അതിൻ്റെ കൈ പിടിക്കുന്ന ആ ദണ്ഡിൽ രത്നം പതിച്ചിരിക്കുകയാണ്. അതിനാൽ ആ ജാനകീദേവി തന്നെയാണ് ഭഗവാനെ വീശുന്നത്. അങ്ങനെ അവിടെ ഭഗവാന്റെ ചന്ദ്രക്കല പോലെയുള്ള തൻ്റെ നെറ്റിയിൽ, അർദ്ധചന്ദ്രാകാരമായ നെറ്റിയിൽ ചന്ദനക്കുറിയോടുകൂടി ഉദയസൂര്യനെ പോലെ തിളങ്ങുകയാണ് ഭഗവാൻ. ആ കഴുത്തിൽ കൗസ്തുഭമണിയും ശോഭിക്കുന്നുണ്ട്. അങ്ങനെ ആ ഭഗവാനെ അങ്ങനെ വർണ്ണിച്ചിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് ദേവിയാണ്. ദേവിയെ നിലാവ് പോലെ പറഞ്ഞിരിക്കുന്നതാണ്. ചന്ദ്രനെ പോലെ ആ സുന്ദരമായ മുഖത്തോടുകൂടി നിലാവ് പോലെ മനോഹരിയായി എന്നാണ്. ഇവരെ കാണുവാനായി ശ്രീ നാരദൻ ആഗതനാകുന്നു. അപ്പോൾ ആകാശദേശത്ത് നിന്നാണ് നാരദൻ താഴേക്ക് വരുന്നത്. നാരദൻ്റെ കയ്യിൽ നമുക്കറിയാം എപ്പോഴും ഒരു വീണ ഉണ്ടാവും. അത് വീണാധരനാണ് നാരദൻ. അതുപോലെ തന്നെ എപ്പോഴും ഭഗവത് നാമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെ ആ നാരദ മഹർഷിയെ കണ്ട് ഭഗവാനായ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടുകൂടി പെട്ടെന്ന് എഴുന്നേറ്റ് വണങ്ങുന്നു. സാഷ്ടാംഗം നമിച്ചിട്ട് ആർഘ്യപാദ്യങ്ങളാൽ പൂജിച്ച് നാരദനെ ഉപചാരപൂർവ്വം സൽക്കരിച്ചാനയിക്കുകയാണ്. ആ ഭഗവാനായ ശ്രീരാമചന്ദ്രനാൽ ഇങ്ങനെ പൂജ്യനായത് കണ്ട് ഇത് തൻ്റെ നിയോഗം തന്നെയാണ് എന്ന് വിചാരിച്ച് വർദ്ധിച്ച് സന്തോഷത്തോടെയാണ് നാരദനും ഇരിക്കുന്നത്. നാരദനോട് ആഗതനായതിൻ്റെ കാരണം തിരക്കുകയാണ് ശ്രീ രാമചന്ദ്രൻ. അപ്പോൾ സംസാരത്തിൽ നാനാവിഷയസംഘം കൊണ്ട്, അതായത് വിഷയസംഘം എന്ന് പറഞ്ഞിരിക്കുന്നത് കാമക്രോധ ലോഭമോഹങ്ങളാൽ വശംവദരാക്കപ്പെട്ട് മോഹിതരാക്കപ്പെട്ട് മനുഷ്യർക്കാണ് ഇതെല്ലാം ഉള്ളതല്ലേ. മനുഷ്യരായ ഞങ്ങൾക്ക് അങ്ങേപ്പോലുള്ള ആ മഹാന്മാരായ ജ്ഞാനികൾ, അതായത് തപശക്തിയുള്ള മഹാജ്ഞാനികളെ കാണാൻ കിട്ടുക എന്നത് വളരെ ദുർലഭമാണ്. അങ്ങയെ വളരെ ഭാഗ്യം ചെയ്താലേ അങ്ങയെപ്പോലുള്ളവരെ കാണാൻ കഴിയൂ, ദർശിക്കാൻ കഴിയൂ. അങ്ങയെ കാണാൻ ഭാഗ്യമുണ്ടായതിൽ എൻ്റെ രാജ്യവും വംശവും ഞാനും അതും എൻ്റെ ജന്മവും സഫലമായി തീർന്നു, വിശുദ്ധമായി തീർന്നു എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ തപോനിധിയായ ആ പുണ്ടരീകോത്ഭവപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ പുത്രനാണ്, മാനസപുത്രനാണ് ശ്രീ നാരദൻ. അപ്പോൾ ആ നാരദ മഹർഷിയോട് പറയുകയാണ് ഇങ്ങനെ. അപ്പോൾ പിന്നീട് വീണ്ടും തുടർന്ന് പറയുകയാണ്, അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ് എന്ന് ദയവായി അരുളി ചെയ്താലും. ഇങ്ങനെ വിനയാന്വിതനായിട്ട് രാഘവൻ ആ നാരദ മഹർഷിയോട് പറഞ്ഞപ്പോൾ ഇത് കേട്ട് മുനിശ്രേഷ്ഠനായ നാരദൻ ഇങ്ങനെ പറയുകയാണ്, എനിക്കെല്ലാം അറിയാം. അങ്ങ് എന്നോടിങ്ങനെ സാധാരണ മനുഷ്യരെ പോലെ എന്നെ മോഹിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയാതെ എന്തിനാണ് ഇങ്ങനെ മധുരമായ ആ മാധുര്യമുള്ള വാക്കുകൾ പറയുന്നത്? സാധാരണ മനുഷ്യൻ്റെ വാക്കുകളാണിതെങ്കിലും അവിടുന്ന് യോഗേശ്വരനും യോഗമായാദേവിയും ആണ്. സീതാദേവി യോഗമായാദേവിയുമാണെന്ന് എനിക്കറിയാം. അവിടുത്തെ ആ ധർമ്മപത്നിയായിട്ട് വന്നിരിക്കുന്നത് യോഗമായാദേവിയായ ശ്രീ ഭഗവതി തന്നെയാണ്. 7 ലോകവും അവിടുത്തെ നിയന്ത്രണത്തിലാണ്. ഈ ലോകം തന്നെ അവിടുത്തെ ഗ്രഹമാകുമ്പോൾ അവിടുന്ന് ഗ്രഹസ്ഥൻ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ആ 14 ലോകങ്ങളും അവിടുത്തെ ഗ്രഹം തന്നെയെന്ന് എനിക്കറിയാം. അപ്പോൾ ഗ്രഹസ്ഥൻ എന്ന പദവും അങ്ങേക്ക് ചേരും. അവിടുത്തെ ആ സാന്നിധ്യം കൊണ്ട് സർവ്വചരാചരങ്ങളും ഈ യോഗമായാദേവിയിൽ നിന്നുമാണ് ജനിക്കുന്നത്. ഈ ഭാഗം നമുക്കറിയാം, ഇത് ഭാഗവതത്തിലും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് മായാദേവി സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാൻ സാക്ഷിയായി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. യോഗമായാദേവിയാണ് അവിടുത്തെ ആ സാന്നിധ്യത്തിൽ എല്ലാം ഒന്നൊന്നായി സൃഷ്ടിക്കുന്നത് എന്ന് 5ാം സ്കന്ധത്തിൽ 2ാം സ്കന്ധത്തിൽ 5ാം അധ്യായത്തിലായിട്ട് പറയുന്നുണ്ട് വിശദമായിട്ട്. അപ്പോൾ ആ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ അവിടുത്തെ സൃഷ്ടിയാണെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നാരായണീയത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ട ലോകങ്ങൾക്കും ചരാചരങ്ങൾക്കും പിതാവാകുന്നതും അവിടുന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് സംസാരി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഭഗവാനെ. ആ സംസാരി എന്ന് അവിടുന്ന് പറഞ്ഞതും ശരി തന്നെയാണ്. ആ സത്വരജസ് തമോ ഗുണയുക്തയായ ആ വിഷ്ണുമായ ശക്തിയാണല്ലോ അവിടുത്തെ പത്നിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സത്വരജസ് തമോ ഗുണയുക്ത എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെയാണ് ഇവിടെ ശുക്ലരക്താസിത വർണ്ണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ സത്വരജസ് തമോ ഗുണങ്ങളെ ഉദ്ദേശിച്ചാണ് എന്നിങ്ങനെ. അങ്ങനെ വർണ്ണഭേദങ്ങളോടുകൂടി അങ്ങനെ ഭേദങ്ങൾ എപ്രകാരം ദൃശ്യമാകുന്നുവോ അതുപോലെ തന്നെയാണ് ഈ സത്വരജസ് തമോ ഗുണങ്ങൾ മായാഭഗവതിയിൽ ദൃശ്യമാകുന്നത്. ഈ സത്വാദി ഗുണങ്ങളെ സൃഷ്ടിക്കുന്നതും ഈ മായാദേവി തന്നെയാണ്, ഈ യോഗമായാദേവി തന്നെയാണ്. അങ്ങ് പറഞ്ഞതും പരമാർത്ഥം തന്നെയാണ്. പുത്രന്മാർ, ഭാര്യ, മിത്രങ്ങൾ,
ധനം, ഇങ്ങനെ ഇവയിലെല്ലാം ആസക്തി ഉണ്ടാകുന്ന മനുഷ്യർക്കാണ്, അല്ലേ? സാധാരണ മനുഷ്യർക്കാണ് ഇങ്ങനെയുള്ള വസ്തുക്കളിലെല്ലാം ആസക്തിയും മോഹവും ഒക്കെ ഉണ്ടാകുന്നത്. അവിടുന്ന് ഈ ഗ്രഹം, ഈ ലോകമാകുന്ന ഗ്രഹത്തിൻ്റെ നാഥൻ, ഗ്രഹസ്ഥൻ എന്ന് പറഞ്ഞത് സത്യം തന്നെ എന്ന് ത്വയാ ഉക്തം ആയത് സത്യം തന്നെ ത്വയോക്തം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഈ ത്രൈലോക്യമാകുന്ന ഗ്രഹത്തിന് ഒരേ ഒരു നാഥൻ ഭഗവാൻ തന്നെയാകുന്നു. അത് ഭവാനാണ്. നാരായണൻ നീ രമാദേവി ജാനകി. ഇനിയുള്ള ആ 71-ാമത്തെ പേജിലെ ആ ലൈൻസ് എല്ലാം ഈ ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കൾ പുരുഷലിംഗത്തിലുണ്ടോ, പുല്ലിംഗ ശബ്ദങ്ങൾ, പുല്ലിംഗ സംജ്ഞകളെല്ലാം ഭഗവാനും, സ്ത്രീ സംജ്ഞകളെല്ലാം, സ്ത്രീലിംഗ സംജ്ഞകളെല്ലാം ജാനകീദേവിയാണെന്ന് പറഞ്ഞ് സമർത്ഥിച്ചിരിക്കുകയാണ് ഇനിയുള്ള ലൈൻസിലെല്ലാം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നാരായണൻ നീ രമാദേവി ജാനകി, അതായത് ശ്രീനാരായണൻ അവിടുന്നാണെങ്കിൽ ജാനകിയായിട്ടിരിക്കുന്നത് രമാദേവിയാണ്. അവിടുന്ന് ശിവനാണെങ്കിൽ പാർവതീ ദേവിയാണ് ജാനകി. ബ്രഹ്മമാണ് അവിടുന്നെങ്കിൽ ഭാരതിയാകുന്നത്, അതായത് സരസ്വതീ ദേവിയാണ് ജാനകി ദേവി. ആദിത്യൻ ഭവാനാണെങ്കിൽ ആ ആദിത്യൻ്റെ പ്രഭയായിട്ട് കാണുന്നത് ജാനകി ദേവിയാണ്. ശീതകിരണനായ ചന്ദ്രൻ അവിടുന്നാണെങ്കിൽ രോഹിണിയായിട്ട് ജാനകി ദേവിയാണ്. ആതിഥേയാധിപൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ദ്രനാണ്. ഇന്ദ്രൻ അവിടുന്നാണെങ്കിൽ ശചീദേവി ജാനകി. ജാതവേദസ് എന്ന് പറഞ്ഞിരിക്കുന്ന അഗ്നിയാണ്. അഗ്നി അവിടുന്നാണെങ്കിൽ സ്വാഹ, അഗ്നിയുടെ ഭാര്യയായ സ്വാഹ ജാനകി ദേവിയാണ്. ഈ സ്വാഹ എന്ന് പറഞ്ഞാൽ ദേവപോഷിണിയാണ്. നമുക്കറിയാം സ്വാഹ സ്വാഹ എന്ന് പറയുന്നത് ഹോമമൊക്കെ ചെയ്യുമ്പോൾ, പൂജ ചെയ്യുമ്പോഴൊക്കെ ഉച്ചരിക്കുന്നതാണ്. ആ സ്വാഹ എന്ന വാക്ക് ശരിക്കും ദേവപോഷിണി എന്നുള്ള അർത്ഥമാണ്. ആ ദേവപോഷിണിക്ക് ഇവിടെ അഗ്നിദേവൻ്റെ ഭാര്യയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അർക്കജൻ എന്ന് പറഞ്ഞാൽ അർക്കൻ സൂര്യൻ്റെ മകനാണ്. യമൻ നീയാണെങ്കിൽ ദണ്ഡനീതിയായ ആ ഭാര്യ ജാനകീദേവി തന്നെയാണ്. രക്ഷോവരൻ എന്ന് പറഞ്ഞിരിക്കുന്ന രാക്ഷസന്മാരുടെ കൂട്ടത്തിലാണെങ്കിലും നിഋതി എന്ന രാക്ഷസനെ നമ്മൾ ദേവഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്, അതായത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ. അങ്ങനെ ആ രക്ഷോവരനായ നിഋതിയുടെ ഭാര്യ താമസിയാണ്. ഇപ്പോൾ രക്ഷോവരൻ അവിടുന്നാണെങ്കിൽ താമസി ജാനകി ദേവിയാണ്. രാജരാജൻ വന്നിരിക്കുന്നു. രാജരാജൻ ആദ്യം കുബേരനെയാണ് പറഞ്ഞിരിക്കുന്നത്. കുബേരനാണെങ്കിൽ അവിടുന്നാണെങ്കിൽ കുബേര പത്നി ജാനകി ദേവിയാണ്. ഇനി അടുത്ത ലൈനിലെ രാജരാജൻ ചക്രവർത്തിമാരെ ഉദ്ദേശിച്ചാണ്. ചക്രവർത്തി അവിടുന്നാണെങ്കിൽ ആ വസുന്ധര ഭൂമി അവിടുത്തെ പത്നിയായ ജാനകി ദേവിയാണ്. ഇങ്ങനെ സ്വർദ്രുമം എന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പവൃക്ഷമാണ്. ആ കൽപ്പവൃക്ഷം അവിടുന്നാണെങ്കിൽ അവിടുത്തെ ആ ശരീരത്ത് പറ്റിച്ചേർന്നിരിക്കുന്ന വള്ളിച്ചെടിയാണ്. വള്ളിച്ചെടി ആയിട്ടാണ് ജാനകി ദേവിയെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സസ്യജാലങ്ങളെയും വൃക്ഷങ്ങളെയും കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീലിംഗങ്ങളും പുല്ലിംഗങ്ങളും. ലതകളെല്ലാം സ്ത്രീലിംഗത്തിലും വൃക്ഷങ്ങളെല്ലാം പുല്ലിംഗത്തിലുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഏതേത് പുല്ലിംഗ രൂപങ്ങൾ ഉണ്ടോ അവയെല്ലാം ഭഗവാനും, ഏതേത് സ്ത്രീലിംഗ സംജ്ഞകളുണ്ടോ അവയെല്ലാം ദേവിയുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നിങ്ങളെ രണ്ടുപേരെയും അല്ലാതെ മറ്റൊന്നും കാണാനില്ലല്ലോ, കേൾപ്പാനുമില്ലല്ലോ. ഭഗവാനും ദേവിയും എല്ലാ ചരാചരങ്ങളിലും, ചരാചരങ്ങൾ ചരിക്കുന്നവയും അല്ലാത്തവയും, ചലിക്കുന്നവയും ചലനമില്ലാത്തവയും അചലങ്ങളായവയും, അതാണ് ആ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു എന്ന പരമാർത്ഥമറിയാത്ത മൂഢാത്മാക്കൾ ഭഗവാനെ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. ഈ ലോകത്ത് എന്തെന്ത് പരിണാമങ്ങൾ ഉണ്ടായാലും അതിന് വിധേയമാകാത്തത്, മാറ്റമില്ലാത്തത് ഭഗവാൻ ഒന്ന് മാത്രമാണ്. എന്തുകൊണ്ടാണ്? ഭഗവാന് മരണമില്ല, ജനനവുമില്ല. ജനനമുണ്ടെങ്കിലല്ലേ മരണമുള്ളൂ. അങ്ങനെ ആ കൽപ്പാന്ത പ്രളയത്തിൽ എല്ലാം പ്രളയജലത്തിനടിയിലായി. നോക്കൂ, ഭഗവാൻ മാത്രം അവിടെ ഏകനായിട്ട് ശേഷനാഗത്തിന്മേൽ യോഗനിദ്ര കൊള്ളുന്നു എന്ന് നമുക്കറിയാം. അതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് വീണ്ടും നാരദനൻ വീണ്ടും ഇങ്ങനെ തുടർന്ന് പറയുകയാണ്. ഇത് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് 5-ാം അധ്യായത്തിൽ, 2-ാം സ്കന്ധത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നാരായണീയത്തിലും 5-ാം ദശകത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം മഹത്തത്വം ഉണ്ടാകുന്നു. ആ മഹത്വത്തിൽ നിന്ന് തന്നെ ത്രിഗുണങ്ങൾ, അതായത് സത്വരജസ് തമോ ഗുണങ്ങൾ നന്നായി തികഞ്ഞ, എന്നാൽ തമോ ഗുണത്തിന് മാത്രം ഇത്തിരി ആധിക്യമുള്ള, വികല്പബോധമുളവാക്കുന്ന, അതോ ഇതോ എന്നുള്ള വികല്പം ഉണ്ടാക്കുന്ന ആ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അവിടെ തത്രാസൗ ത്രിഗുണാത്മകോപിച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദക.
ഇങ്ങനെ പറയുന്നുണ്ട്. 5-ാമത്തെ ദശകത്തിൽ 5-ാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ മഹത്തത്വത്തെ സൃഷ്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് ഇവിടെ സൂത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മസൂത്രമാണ്. അതായത് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ വേദാന്തങ്ങളുടെ അവസാനമാണ് ഈ ബ്രഹ്മസൂത്രം. പിന്നീട് അതിൻ്റെ വേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടാണ് പറയപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഇതെല്ലാം ആദ്യം ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയ സമയത്ത് ആദ്യം വേദങ്ങളാണ് സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ബ്രഹ്മസൂത്രത്തിനെ ഉദ്ദേശിച്ചിരിക്കുന്ന അതാണ്. പിന്നീട് അഹങ്കാരം എന്ന അഹങ്കാരം സത്വരജസ് തമോ ഗുണങ്ങളുടെ ക്രമമനുസരിച്ച് അഹങ്കാരത്തിൽ നിന്ന് തത്വത്തിൽ നിന്ന് ദിക്കുകളെയും വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവകൾ, അതായത് ഇങ്ങനെ ഓരോന്നിനെയും സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ആ ക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്രൻ, രുദ്രൻ പഞ്ചേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 5 പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ ആ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇവയെല്ലാം സൃഷ്ടിക്കുകയാണ് ഈ അഹം തത്വത്തിൽ നിന്ന്. അപ്പോൾ അതിനെല്ലാം ഓരോ അധിഷ്ഠാതാക്കളായ ദേവതമാരുമുണ്ട്. അല്ലയോ ഉർവീപതേ എന്ന് വിളിച്ചു പറയുകയാണ്. പിന്നെ അപ്പോൾ ഈ ജനനവും മരണവും എല്ലാം ജീവാത്മാക്കൾക്കുള്ളതാണല്ലേ. ഇവിടെ ആ സുഖം ദുഃഖം അനാദിയായുള്ള ആ അവിദ്യയെക്കുറിച്ച് എങ്ങനെയാണ് ഞാൻ പറയുന്നത്? അത് ചൊല്ലാവതല്ല എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റുന്നതല്ല, അതിന് വാക്കുകൾക്ക് അതീതമാണ് എന്ന് പറയുകയാണ്. ജീവാത്മാക്കൾക്ക് നമുക്കറിയാം ഈ കാരണ ശരീരം ഉപേക്ഷിച്ച് ജീവാത്മാക്കൾ ഇങ്ങനെ പോകുമ്പോഴാണല്ലോ ഈ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഇവിടെ ആ ലിംഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സൂക്ഷ്മ ശരീരത്തിനാണ്. സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്ന് ആ സൂക്ഷ്മ ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായോ എന്നല്ലോ. നമ്മുടെ ആ സൂക്ഷ്മദേഹം എന്ന് പറയുന്നത് അഹങ്കാരം, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ, ആ പ്രാണൻ, അതായത് ഉദാനൻ, സമാനൻ, അപാനൻ, 2 ഞാൻ മറന്നുപോയി കേട്ടോ, സോറി. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, ആ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ ഇന്ദ്രിയജാലം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കൂട്ടം എന്നാണ്. ഇങ്ങനെ ഇവയുടെ എല്ലാം കൂട്ടമാണ് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ കൂടെയുള്ളവകളെയാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പ്രാണൻ നമ്മുടെ ദേഹത്ത് നിന്ന് പിരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? വിട്ടുപോകില്ലേ, മരിച്ചു, തീർന്നു എന്ന് പറയൂല്ലേ. ആ ശ്വാസോച്ഛ്വാസത്തെ സഹായിക്കുന്നതാണ് ഈ പ്രാണൻ എന്ന് പറയുന്നതല്ലേ. അപ്പോൾ പ്രാണൻ നമുക്ക് ഉറച്ചു കിട്ടുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ഭാഗവതത്തിൽ വളരെ വിശേഷമായിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ ചെവി, കണ്ണ്, മൂക്ക്, ത്വക്ക്, അതുപോലെ തന്നെ അവയുടെ ദേവതകൾ. ഈ പ്രാണൻ വിട്ടുപോകുമ്പോൾ നമ്മൾ പറയും മരിച്ചുപോയി എന്ന് പറയില്ലേ. ആ മരിച്ചുപോയി പ്രാണനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഛാന്തോഗ്യോപനിഷത്തിലും ബൃഹദാരണ്യകോപനിഷത്തിലും പ്രാണൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി വളരെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാണൻ ഇങ്ങനെ ഹൃദയത്തിലിരുന്ന് ശ്വാസോച്ഛ്വാസത്തെ സഹായിക്കുന്നു, എല്ലാ വിധത്തിലുമുള്ള ദർശന ശക്തി നൽകുന്നു. പ്രധാന കർമ്മം ഈ ശ്വാസോച്ഛ്വാസമാണെങ്കിൽ പോലും ദർശനശക്തി എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളുടെ കർമ്മങ്ങൾ, കേൾക്കുന്നത്, പ്രാണൻ, അതായത് ഈ ശ്വസിക്കുന്നത്, സ്പർശനം, നമ്മൾ അതായത് ഘ്രാണശക്തി ഉണ്ടല്ലോ, മണം വാസനയൊക്കെ അറിയാനുള്ള, സ്പർശനം രുചി അറിയുന്നത്, നാസിക ഗന്ധം അറിയുന്നത്, ഇതെല്ലാം പ്രാണന ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് വേണ്ടതായ എല്ലാം വിസർജിച്ച് കളയുന്നത് അപാനനാണ്. ദഹിപ്പിക്കുന്നത് അപാനൻ. പ്രാണാപാന സമായുക്ത പചാമ്യന്നം ബഹുവിധം എന്ന് പറയുന്നുണ്ട്. ഗീതയിൽ പറഞ്ഞിരിക്കേണ്ടത് ഇത്. സമാനനാണ് മുഖ്യൻ. അപ്പോൾ പ്രാണനും അപാനനും സഹായിക്കുകയാണ് ഇത് ഈ ദഹിപ്പിക്കാനായിട്ട്. വ്യാനൻ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആ രക്തചംക്രമണം എല്ലായിടത്തും ശരിയാവണ്ണം എത്തിക്കുന്നു. ഉദാനനാണെങ്കിലോ കണ്ഠത്തിലിരുന്നുകൊണ്ട് കഴിക്കുന്ന ആഹാരത്തെ ഇറക്കാൻ സഹായിക്കുന്നു. 5 പ്രാണങ്ങൾ ഒരുമിച്ച് ഒറ്റയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ ചെവി, മൂക്ക്, കണ്ണ്, ത്വക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ. അതുപോലെ അവയുടെ നാക്കും കൂടെ, അവയുടെ ദേവതകൾ മരിച്ചു കഴിയുമ്പോൾ അവരെ കൊണ്ടുപോകും. അങ്ങനെ ഓരോന്നിലും ലയിക്കുകയാണ്. പിന്നെ ഈ 14 ഘടകങ്ങൾ, ഇങ്ങനെ 14 കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അന്ധക്കരണം, ബുദ്ധി,
അഹങ്കാരം, മനസ്സ് എല്ലാം കൂടി ആ 17 തത്വങ്ങൾ ചേർന്നതാണ് ഈ കാരണദേഹം എന്ന് പറയുന്ന നമ്മുടെ ഈ ദേഹം. അങ്ങനെ ഈ ചിത്തം, ബുദ്ധി ഇവ രണ്ടും അഹങ്കാരത്തെ മനസ്സിലും ചിത്തത്തെ ബുദ്ധിയിലും ലയിപ്പിച്ച് അങ്ങനെ അത് രണ്ടായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. ഈ അന്ധക്കരണ വൃത്തികളെയാണ് ഇങ്ങനെ പറയുന്നത് മനസ്സ്, ബുദ്ധി എന്ന്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിംഗം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 17 കരണങ്ങളോട് കൂടിയ കാരണശരീരത്തെയാണ്. ഈ 17 കരണങ്ങളും മരിച്ചു കഴിയുമ്പോൾ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തോട്ട് പോകും. അതാണ് മൃത്യു എന്ന് പറഞ്ഞിരിക്കുന്ന ആ സുഖം, ദുഃഖം, മൃത്യു ഇതൊന്നും അവിടത്തേക്ക് ബാധകമല്ല അല്ലേ. അവസാനം ആത്മാവ് മാത്രം ശേഷിക്കും. ബാക്കിയെല്ലാം പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിച്ച് ഭഗവാനിൽ ഈ ആത്മാവ് മാത്രം ലയിക്കുകയാണ്. ഏറ്റവും വിശിഷ്ടമായത് അപ്പോൾ ജീവൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. പിന്നീട് അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഈ ഭഗവാനിൽ പോയി ലയിക്കുമെന്ന് പറഞ്ഞു. ഭഗവാനിന് പ്രകൃതിയുടെ 7 ആവരണങ്ങളുണ്ട്. അവ ഭേദിച്ചിട്ടാണ് ലയിക്കുക. 5 എണ്ണം പഞ്ചഭൂതങ്ങൾ, അതിന് മുകളിൽ അഹം തത്വം, പ്രാണേന്ദ്രിയം, ഈ വിസർജനേന്ദ്രിയം ഇവ രണ്ടും പൃഥ്വിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആദ്യം ഇവ രണ്ടും പോയി പൃഥ്വിയിൽ ലയിക്കും. പിന്നെ രസനേന്ദ്രിയം, ഉപസ്ഥം ഇവ രണ്ടും ജലതത്വമായതുകൊണ്ട് അത് രണ്ടും പോയി ജലത്തിൽ ലയിക്കും. കണ്ണുകളും പാദങ്ങളും അഗ്നിതത്വമാണ്. ഇവ രണ്ടും അഗ്നിയിലും പോയി ലയിക്കും. 5 പ്രാണനും ത്വക്കും കൈകളും വായുതത്വമാണ്. ഇവ വായുവിൽ ലയിക്കും. ശ്രവണേന്ദ്രിയങ്ങളാണെങ്കിലോ, ശ്രവണേന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ വാക്ക് ഇവ രണ്ടും ആകാശതത്വമാണ്. അവ ആകാശതത്വമാകയാൽ ആകാശത്തിൽ പോയി ലയിക്കും. ഇനി മനസ്സും ബുദ്ധിയും. മനസ്സ് അഹന്തത്വത്തിലേക്കും ബുദ്ധി മഹത്തത്വത്തിലേക്കും ലയിക്കുന്നു. ഇപ്പോൾ സൃഷ്ടിയുടെ ആദ്യം ഇവിടെ നിന്ന് ബാക്ക്വേർഡ് പോയിട്ടുണ്ടെങ്കിൽ സൃഷ്ടിയുടെ ആദ്യം മുതൽ അവസാനം വരെയാവും. അതായത് മഹത്തത്വത്തെ ആദ്യം സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് അഹംതത്വം, അഹങ്കാരം എന്ന ആ തത്വത്തെ സൃഷ്ടിക്കുന്നു. അഹം എന്ന ബോധം അതിൽ നിന്നുണ്ടാകുന്ന, അവിടെ വികല്പമുണ്ട്, അഹങ്കാരമുണ്ട് അല്ലേ. ഇപ്രകാരം അങ്ങയുടെ സൃഷ്ടി അങ്ങയിൽ തന്നെ വിലീനമായി തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇവയൊന്നുമില്ലാത്ത അജനായ, നിത്യനായ, ജനനമില്ലാത്ത, മരണമില്ലാത്തവനായ ഭഗവാൻ അതിൽ നിന്നും ഒക്കെ വിയുക്തനല്ലേ. അപ്പോൾ നമുക്ക് ഈ ജീവാത്മാവ് മാത്രമേ ഉള്ളൂ. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരത്തിനാണല്ലോ ബാക്കിയുള്ള എല്ലാ ഈ മോഹങ്ങളും മോഹഭംഗങ്ങളും കാമക്രോധ മോഹലോഭ മോഹങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഭഗവാനോട് പറയുകയാണ്, അങ്ങ് സർവ്വവ്യാപിയാണല്ലോ ഭഗവാനെ. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളിലും അവിടുന്ന് കണ്ണാടിയിൽ എന്നതുപോലെ പ്രതിബിംബിക്കുകയാണ്. ഈ പരമാത്മതത്വം, അതായത് ശ്രേഷ്ഠമാണ് ഈ പരമാത്മതത്വം. ഈ അവ്യാകൃതമായി എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതിരിക്കുന്നു അവിടുന്ന്. ഈ പരമാത്മതത്വം മാറ്റമില്ലാതിരിക്കുന്നു. അവിടുന്ന് എന്നും ഒരേപോലെയാണ്, നിത്യനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭഗവാന്മാർക്ക് മാത്രമേ അത് ഗോചരമാകൂ, കാണാൻ കഴിയൂ. ഈ പരമാത്മാവ് ഭഗവാനെ അവിടുന്ന് തന്നെയാണല്ലോ. അപ്പോൾ സർവോപരിസ്ഥിതനായി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനുപരി സ്ഥിതി ചെയ്യുന്ന, എല്ലാത്തിനും സാക്ഷിയായി തേജോമയനായി വിളങ്ങുന്ന ആ പരമാത്മാവ് അവിടുന്ന് തന്നെയാണല്ലോ ഭഗവാനെ. ഈ 14 ലോകങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായി. ആ ഭഗവാനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതും അവസാനം അവിടുന്ന് നിന്നിൽ തന്നെ ലയിക്കുന്നു, ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. ഭഗവാനെ എല്ലാം അവിടുത്തെ മായയല്ലാതെ മറ്റെന്താണ്? എല്ലാത്തിനും കാരണഭൂതൻ ഭഗവാൻ തന്നെയാണ് അല്ലയോ നാരായണ, നരാധിപ, നരകാരേ. നരകാസുരനെ വധിച്ചതുകൊണ്ടാണ് നരകാരേ എന്ന് വിളിച്ചത്. ഈ ലോകത്തെ ഒരു സാധാരണ മനുഷ്യനെ പോലെ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഭഗവാനുണ്ട്. ആ ഭഗവത് ചൈതന്യം നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ അജ്ഞാനം കൊണ്ട് നാം ഭക്തി ഇല്ലാത്തത് കൊണ്ട്, അജ്ഞാനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് നാം പരമാത്മാവിനെ അറിയുന്നതേ ഇല്ല. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചൈതന്യമുണ്ടെന്ന് അറിയുന്നില്ല. എപ്രകാരം നമ്മളൊരു കയറ് കണ്ടിട്ട് അത് പാമ്പാണെന്ന് വിചാരിച്ച് ഭയപ്പെടുന്നുവോ അതുപോലെയാണ് അജ്ഞാനവും. എപ്പോൾ നാം പരമാത്മതത്വം മനസ്സിലാക്കുന്നുവോ, എപ്പോൾ ഭഗവാനെ ഭഗവാന്റെ സ്മരണ നമ്മിൽ എപ്പോൾ വരെ നിലനിൽക്കുന്നുവോ ആ സ്മരണ നമ്മളിലുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള ആ വികല്പം അല്ലെങ്കിൽ ഭയം ഒന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ ഉള്ളിൽ ആ പരമാത്മതത്വം ഉണ്ടെങ്കിൽ, പരമാത്മാവ് വിളങ്ങുന്നുണ്ടെന്നുള്ള സത്യം നാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള വികല്പമോ ഭയമോ ഉണ്ടാവുകയില്ല. അതിന് ഭക്തി ഉണ്ടാകണം മനസ്സിൽ. ആ പരമാത്മതത്വം മനസ്സിലാക്കണം, പരമാത്മാവിനെ അറിയണം, ഭഗവാനെ അറിയണം, ഭഗവത് കഥകൾ കേൾക്കണം, ഭഗവത് ശ്രവണം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ കഥകൾ കേൾക്കണം, ഭഗവത് സ്മരണം ഉണ്ടാകണം, ഓർക്കണം ഭഗവാനെ.
അതുപോലെ തന്നെ നാം ഭഗവത് കഥകൾ വായിക്കണം, ഭഗവത് സ്തുതികൾ ചൊല്ലണം. എന്നാലേ നമ്മിലെല്ലാം ഭക്തി നിറയൂ. നാം ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യത്തെ ഉണർത്തിക്കൊണ്ടുവരുവാൻ ഇതെല്ലാം ഇന്നത്തെ ഈ കലിയുഗത്തിൽ അത്യാവശ്യമാണ്. അതിനെ തിരിച്ചറിയേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെ ഭാവന കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭാവന, അതായത് കയർ കിടക്കുന്നത് എന്നിട്ട് പാമ്പാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് ഭയം ഉണ്ടാകുന്നു ഇല്ലേ? അതൊരു ഭാവനയാണ്, അനുഭവജ്ഞാനമില്ല നമുക്ക്, അത് തെറ്റിദ്ധാരണയാണ്. അതുപോലെ തന്നെയാണ് ഭഗവാനെക്കുറിച്ചുള്ള ആ അറിവും പരമാത്മ തത്വത്തെ കുറിച്ചുള്ള അറിവും. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ മനസ്സിലാക്കാതെയാണ് മൂഢന്മാരായ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത്. അവർക്ക് ഭക്തി ഉണ്ടാവണം, നമ്മുടെ മനസ്സിൽ ഭക്തി നിറയണം. ആ ഭക്തി, ആ ഭാവനയിൽ ഭഗവാൻ നിറയുമ്പോൾ ഭയം അകലുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞ് ഭയത്തെ അകറ്റുന്നു, ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു നമ്മളെ. അതോടെ ഈ സംസാര ദുഃഖം, മൃത്യുഭയം എല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകുന്നു. ആ പരമാത്മ തത്വം നാം മനസ്സിലാക്കുമ്പോൾ, ഭഗവത് ചൈതന്യം നമ്മിലേക്ക് നിറഞ്ഞു വരുമ്പോൾ മറ്റ് ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ലാതെയാകുന്നു. അവിടുത്തെ കഥ, നാമശ്രവണ ചിന്തനങ്ങൾ കൊണ്ട് ഉൾക്കാമ്പിൽ ഭക്തി വർദ്ധിക്കും. അങ്ങനെ ഭക്തി വർദ്ധിക്കുമ്പോൾ പരമാത്മജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും. ആ ഭക്തിയാൽ തത്വജ്ഞാനം ഉണ്ടാകും, അതായത് പരമാത്മ തത്വജ്ഞാനം ഉണ്ടാകും. ആ പരമാത്മ തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലോ നമുക്ക് മുക്തിയും ലഭിക്കും, ഒരു സംശയവുമില്ല അതിന്. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ഭക്തൻ്റെ ഭൃത്യന്മാരിൽ ഒരുവനാണെന്ന് ഈ അല്പജ്ഞാനിയായ എന്നെയും കരുതേണമേ എന്ന് നാരദൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കുക, അവിടുത്തെ ഭക്തൻ്റെ ആ ഭഗവാനെ നേരിട്ട് ഭജിക്കുന്നു, പിന്നെ ആ ഭക്തൻ്റെ ഭൃത്യന്മാരിൽ ഒരുവൻ, അങ്ങനെ ഒരു അകന്ന ബന്ധമേ പറയുന്നുള്ളൂ. ആ ഒരുത്തനായിട്ട് എന്നെ കരുതിയാൽ മതിയെന്ന് ഈ നാരദൻ കേണപേക്ഷിക്കുകയാണ് വളരെ വിനയത്തോടെ. അവിടുത്തെ മായാലീലകളാൽ എന്നെ മോഹിപ്പിച്ചിടല്ലേ ഭഗവാനെ ജഗദീശ്വര, എന്നെ അനുഗ്രഹിക്കണേ. അവിടുത്തെ നാഭിയിൽ നിന്നുണ്ടായ പങ്കജത്തിൽ നിന്നും ഉണ്ടായതാണ് എൻ്റെ പിതാവായ ബ്രഹ്മാവ്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പൗത്രനാണ് ഞാൻ. അങ്ങനെയുള്ള ഉള്ളവനെ അനുഗ്രഹിക്കണേ എന്ന് കണ്ണുനീര് തൂകി, അതായത് വളരെ സന്തോഷം കൊണ്ടാണ് കണ്ണുനീര് വന്നത്. വിണാധരനായ നാരദൻ പിന്നെയും പിന്നെയും പറയുന്നുവെന്ന് എഴുതിയിരിക്കുകയാണ്. ആ ബ്രഹ്മദേവൻ്റെ നിയോഗപ്രകാരം രാവണനെ കൊന്ന് ലോകത്തെ പരിപാലിക്കാൻ മനുഷ്യവേഷം പൂണ്ട് ഭഗവാൻ ഈ ഭൂലോകത്ത് വന്ന് പിറന്നു. പക്ഷേ ദശരഥൻ പുത്രനായ ഭഗവാനെ അഭിഷേകം ചെയ്ത് രാജ്യരക്ഷാഭാരം ഏൽപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണിപ്പോൾ. ഭഗവാനും അതിനെ അനുകൂലിക്കും. അങ്ങനെ വരുമ്പോൾ ദശമുഖനെ കൊല്ലുവാനുള്ള, അതായത് ദശമുഖൻ എന്ന് പറഞ്ഞാൽ രാവണനെ കൊല്ലുവാനുള്ള അവസരം പിന്നെ ഉണ്ടായില്ല. സത്യസന്ധനാണ് ഭഗവാൻ, എന്നാലും മനുഷ്യ സഹജമായ വാസന കൊണ്ട് മറന്നു പോകാനിടയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ ഇത് ഓർമ്മിപ്പിക്കാനായിട്ട് ബ്രഹ്മദേവൻ എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത് എന്ന് ശ്രീ നാരദ മഹർഷി പറയുകയാണ്. അതിനുത്തരമായിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും സത്യത്തെ ലംഘിക്കുകയില്ല, അത് വിചാരിച്ച് അവിടുന്ന് വിഷമിക്കേണ്ട. കാലതാമസം വരും ഒരു കാര്യം ചെയ്യാൻ, നടപ്പിലാക്കാൻ. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഉചിതമായ സമയം നോക്കിയിരിക്കുക എന്നുള്ളത് മനുഷ്യ സ്വഭാവം തന്നെയല്ലേ. ആ പരമേശ്വരൻ്റെ നിയോഗപ്രകാരം രാവണൻ വലിയ ശിവഭക്തനാണ്, നമുക്കറിയാമല്ലോ. അത് ആ ഉചിത സമയത്തിനായി നമുക്കുണ്ട്. നമ്മുടെ ഗ്രഹനിലയൊക്കെ അനുകൂലമായിട്ട് വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്താലും നന്നായിട്ട് വരും. അതുപോലെ ഗ്രഹനില മോശമാണെങ്കിലോ നമ്മൾ ചെയ്യുന്നതെല്ലാം ദോഷമായിട്ട് വരും. അതുപോലെ ഇവിടെ രാവണനും ശിവഭക്തനാണ്. ആ രാവണനെ വധിക്കാനുള്ള രാവണൻ്റെ ചീത്ത സമയം നോക്കിയിരിക്കുകയാണ് ഇവിടെ ഭഗവാനും. അതുപോലെ ആ സമയം നോക്കി വേണ്ടത് ചെയ്യാം. ഏതായാലും നാളെ ഞാൻ വനത്തിലേക്ക് പുറപ്പെടും. പിന്നെ 14 സംവത്സരങ്ങൾ വനത്തിൽ തന്നെ വസിക്കും. ആ സമയത്ത് എന്നാൽ രാക്ഷസവംശവും രാവണനെ തന്നെയും കൊന്ന് ഞാൻ ഭൂമിഭാരം തീർക്കുന്നുണ്ട്. സീതാദേവിയെ അതിനൊരു കാരണമാക്കി മാറ്റി ആ രാക്ഷസകുലം ഞാൻ നാമാവശേഷമാക്കും. ഇത് സത്യം തന്നെയെന്ന് ശ്രീരാമചന്ദ്രൻ നാരദ മഹർഷിക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ്. സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് വണങ്ങി സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ആ ദേവമുനീന്ദ്രനായ നാരദ മഹർഷി ഭഗവാന്റെ അനുമതിയോടെ ദേവലോകത്തേക്ക് പോവുകയാണ്. ഇനി ആ നാരദ രാഘവ സംവാദത്തിൻ്റെ ഫലശ്രുതിയാണ് പറഞ്ഞിരിക്കുന്നത്. നാരദ രാഘവ സംവാദം എന്ന ഈ ഭാഗം ഭക്തിയോടെ പഠിക്കുകയോ, അതായത് വായിക്കുകയോ കേൾക്കുകയോ സ്മരിക്കുകയോ നമ്മൾ ഓർത്താലും മതി. ഭഗവാനെ ഉള്ളിൽ വിചാരിച്ച് ഏകാഗ്രചിത്തരായി നമ്മളിത് ഓർക്കുകയോ വായിക്കുകയോ
ചെയ്താൽ, അതുപോലെ നമ്മൾ ഓർത്തുകൊണ്ട് കേൾക്കുക, ഞാൻ പറയുന്നത് പോലെ കേൾക്കുകയും ചെയ്താൽ മതി. നമുക്കറിയാം, നമ്മൾ ഈ സ്ത്രീജനങ്ങൾക്ക് ആണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എപ്പോഴും നമ്മൾ ഈ ഇപ്പോഴത്തെ സമയത്തെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്സോടുകൂടി നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിത് ഇപ്പം ഞാൻ പറയുന്നത് തന്നെ ഈ വീഡിയോ നമുക്ക് കിച്ചണിൽ ഓൺ ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോയിലൊന്നും കാണാനില്ല, ഞാൻ കളർഫുൾ ആക്കിയിട്ടില്ലാത്തത് കൊണ്ട് കേട്ടാൽ മാത്രം മതി. ഓഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഓഡിയോയാണ്, വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കേൾക്കാനുള്ള ഒരു സൗകര്യമാണ് കൂടുതൽ. ഞാൻ ഇങ്ങനെ തന്നെ കേൾക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ജോലി ചെയ്യുന്നതിനിടയ്ക്കും നമ്മളെ ചെവി ഇങ്ങനെ ശ്രദ്ധിച്ചിത് കേൾക്കാം. നമുക്ക് മനസ്സിൽ ഭഗവാനെ സ്മരിക്കാം. ഒരു വണ്ടി ഓടിക്കുന്നത് പോലെ, ഏതെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ നമുക്കറിയാം ഡ്രൈവർക്ക് മറ്റൊരു ജോലിയും പോലെയല്ല, എല്ലാ കണ്ണ് മൂക്ക് വേണ്ട അല്ലേ, കണ്ണ്, ചെവി, അതുപോലെ കൈകാലുകൾ, മനസ്സെല്ലാം ഏകാഗ്രമായിട്ടിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മളും വേണ്ടത്. എല്ലാ ശരീരഭാഗങ്ങളും ഏകാഗ്രമാക്കി ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാനെ മാത്രം സ്മരിച്ച് ഇത് കേട്ടാൽ ഈ സകല പാപങ്ങളിൽ നിന്നും മുക്തി, എല്ലാ ദോഷങ്ങളും അകലും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, നന്ദി. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ അടുത്ത ഭാഗം നോക്കാം. രാമായണം 6-ാം ദിവസം.